അപ്പോൾ ഇപ്പം നമ്മുടെ ഡയറക്ടർ സാറ് മൂവിയിൽ മുന്നേ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഡയറക്ടർ സാറിൻ്റെ ഒപ്പം എങ്ങനെ ആള് നല്ല ടിപ്സ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു ഈ മൂവിയിലോട്ട് വന്നപ്പോൾ? അതെ, ഞാൻ പറഞ്ഞു ഭയങ്കര കൂളായിട്ട് വർക്ക് ചെയ്താന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്താ പറയുക, ആ സമയത്ത് പടത്തിൽ എക്സ്ട്രാ എന്തെങ്കിലുമൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ അത് ഡയറക്ടറിൻ്റെ ഇൻപുട്ട് ആ സമയത്ത്. ഇത് മുന്നേ ചെയ്ത ക്യാരക്ടേഴ്സ് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ക്യാരക്ടറിന് എന്തെങ്കിലും വ്യത്യസ്തത തോന്നിയിട്ടുണ്ടായിരുന്നു? വ്യത്യസ്തത അങ്ങനെ വെച്ചാൽ അങ്ങനെ വ്യത്യസ്തത ഇല്ല. ഞാൻ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ ഈ ക്യാരക്ടറിന് വേറൊരു ഷെയ്ഡുണ്ട്. അതാണ് ഇതിൻ്റെ അകത്തൊരു വേറൊരു സാധനം എന്ന് എനിക്ക് തോന്നി. അല്ലാണ്ട് ചെയ്തതിൽ നിന്ന് ഒത്തിരി ഡിഫറൻസ് ഒന്നും തോന്നിയിട്ടില്ല. ഇതൊരു കോമഡി ട്രാക്കിലുള്ള ക്യാരക്ടർ തന്നെ. ഗപ്പിയിലൊക്കെ ചെയ്തതും ഈ പറഞ്ഞ പോലെ കോമഡി ട്രാക്ക് തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഓരോ ക്യാരക്ടർ സെലക്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും നോക്കിയിട്ടാണ് സെലക്ട് ചെയ്യാറ്? ലൈക്ക് ഇന്ന ടൈപ്പ് ക്യാരക്ടർ വേണം അങ്ങനെ എന്തെങ്കിലും നോക്കിയിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ടോ? ഇപ്പോൾ കുറച്ച് അങ്ങനെ ഇത് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് പടങ്ങൾ വരുന്ന സമയമാണ്. അപ്പോൾ ഇപ്പോൾ കുറച്ച് ശ്രദ്ധിച്ച് തന്നെയാണ് നോക്കാറുണ്ടോ? ഇപ്പോൾ ഒരു ക്യാരക്ടർ വരുമ്പോൾ ഇന്ന ക്യാരക്ടർ എനിക്ക് ചേരുവായിരിക്കും അങ്ങനെ വല്ലതും നോക്കിയിട്ട് ചെയ്യും? അങ്ങനെ തന്നെ ഇപ്പോൾ ചെയ്യാറ്. ഇപ്പോൾ നേരത്തെ എനിക്ക് വരുന്ന പടങ്ങളൊക്കെ പിടിച്ച് അങ്ങനെ ചെയ്യുമായിരുന്നു. ഇപ്പോൾ തിരക്കില്ലാത്ത ഓഫേഴ്സ് ഒത്തിരി അല്ല, കുറച്ച് ഉള്ളതിൽ നിന്ന് ഞാനിപ്പോൾ പിക്ക് ചെയ്തിട്ടാണ്. എനിക്ക് പ്രതീക്ഷയുള്ള 2-3 പടങ്ങളും കൂടി ഇറങ്ങാനുണ്ട്. അപ്പോൾ അത് കഴിയുമ്പോൾ നമ്മുടെ റിലീസ് ചെയ്യുന്ന പടങ്ങൾ ശ്രദ്ധിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന പടങ്ങൾ ചൂസ് ചെയ്തിട്ടാണ്. ലൊക്കേഷനിൽ എങ്ങനെയൊക്കെയായിരുന്നു? ഇപ്പം ഓൾറെഡി പറഞ്ഞ് ഫണ്ണി ആയിരുന്നു അല്ല, ഭയങ്കര മെമ്മറബിൾ, ഭയങ്കര ഓർത്തിരിക്കാൻ പറ്റുന്ന എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? ഓർത്തിരിക്കുന്നത് ധ്യാൻ ചേട്ടൻ്റെ ഒപ്പമുള്ള എല്ലാം അങ്ങനെ തന്നെ. ധ്യാൻ ചേട്ടനെ ഫസ്റ്റ് മീറ്റ് ചെയ്തത്, ധ്യാൻ ചേട്ടൻ വരുന്നു എന്നൊക്കെ പറഞ്ഞേ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. അങ്ങനെ ഇരുന്ന് വെച്ചാൽ. അപ്പോൾ ഫസ്റ്റ് ധ്യാൻ ചേട്ടനെ കാണുന്നത് എനിക്ക് തോന്നണം നായികയുടെ അച്ഛനമ്മയുടെ വെഡിങ് ആനിവേഴ്സറി ഷൂട്ട് ചെയ്യണം, ഒരു കേക്ക് കട്ടിങ് സീൻ അങ്ങനെ. അപ്പോൾ ധ്യാൻ ചേട്ടൻ വൈകിയാണ് വരുന്നത്. നമുക്ക് എല്ലാവർക്കും മാർക്ക് തന്നിട്ടുണ്ട്. ധ്യാൻ ചേട്ടൻ ലെഫ്റ്റ് സൈഡിലാണ് നിൽക്കുന്നത്. ധ്യാൻ ചേട്ടൻ വന്ന് നിന്നു. മറ്റേ പാർട്ടി പോപ്പില്ലേ പൊട്ടിക്കുന്നത്, അത് പൊട്ടിക്കുന്ന ഒരു സീൻ. അപ്പം ഞാനാണത് ചെയ്യേണ്ടത്. അപ്പം ഞാൻ എത്ര ചെയ്തിട്ട് ഒരു 3-4 ടേക്ക് പോയിട്ട് ഇത് പൊട്ടുന്നില്ല. ഇത് ഓരോ പൊട്ടില്ലല്ലോ. അതെ. അപ്പം ഇതിങ്ങനെ തീർന്നപ്പോൾ ടീമിൻ്റെ കയ്യിൽ സാധനം തീരാറായെന്ന് തോന്നുന്നു. ഞാൻ ചെയ്ത് വർക്കാകുന്നു. ധ്യാൻ ചേട്ടൻ വാങ്ങിച്ചിട്ട് എന്തി കാണിക്കുന്ന തിരിച്ചപ്പോഴേക്കും ഇത് മൊത്തം പൊട്ടിയിട്ട് താഴെ വീണ്. പുള്ളി ഇതെൻ്റെ തന്നിട്ട് ഇറങ്ങി ഒറ്റ ഓട്ടം. അങ്ങനെ ഫസ്റ്റ് ധ്യാൻ ചേട്ടനെ മീറ്റ് ചെയ്യണം. അങ്ങനെ ആയിരുന്നു ത്രൂ ഔട്ട്. ഞാൻ എനിക്ക് തോന്നുന്നു ഒരു 10-12 ദിവസം മറ്റു ഷൂട്ട് അങ്ങനെ തന്നെ എൻജോയ് ചെയ്ത് തന്നെ പോയിട്ടുണ്ട്. അതെ, സിനിമ ഞാൻ ഓഡിഷൻസിന് പോയിട്ട് സ്റ്റാർട്ട് ചെയ്താൽ എനിക്ക് ഡയറക്ഷനും എഴുത്തൊക്കെ അങ്ങനത്തെ പരിപാടിയായിരുന്നു ഇഷ്ടം. അഭിനയിക്കാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായില്ല. പക്ഷെ AD ആയിട്ട് കയറാനുള്ള കുറച്ച് ശ്രമങ്ങൾ നടത്തി, നടന്നില്ല. കോണ്ടാക്ട്സിൻ്റെ ഒക്കെ കുറവ് കണ്ടിട്ട്. പിന്നെ അഭിനയിക്കാനാണ് കുറച്ചും കൂടെ ചാൻസ് കിട്ടാൻ എളുപ്പമെന്ന് തോന്നി. ഇപ്പം ഞാനിത് എൻജോയ് ചെയ്യുന്നുണ്ട്.